ഇതാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നതിൽ വരുന്ന അപകടം. ഏതിനെങ്കിലും ഒന്നിനെ സ്വതപ്രാമാണ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരാൾക്ക് മറ്റുള്ളവരുടെ പേരിൽ എന്തും അടിച്ചേൽപ്പിക്കാൻ കഴിയും. മറിച്ച് അങ്ങനെയല്ല, അത് പ്രമാണമാണ്, പക്ഷെ സ്വതപ്രാമാണ്യമല്ല. പ്രമാണമാണെന്ന് പറയുമ്പോൾ അതിനെ പരിശോധിക്കുകയാണ്. അവനവന്റെ ബുദ്ധിക്കും അവനവന്റെ അനുഭവത്തിനും നിരക്കുന്നതാണെന്ന് പരിശോധിക്കും. അപ്പോൾ അതിനെ സ്വീകരിക്കുന്നതിനുള്ള ബാധ്യത ആർക്കുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ വേദോക്തിതോ വേദ ശ്രദ്ധേയാർത്ഥ വിഹക്ഷ്യത. ഇവിടെ തത്വചിന്തയിൽ വേദം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വേദത്തിലെ വിഷയങ്ങളെ ശ്രദ്ധിക്കണം, എന്നുവെച്ചാൽ വിശ്വസിക്കണം എന്നല്ല പറയുന്നതിന്റെ താല്പര്യം. അപ്പോൾ പ്രമാണവും സ്വതപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വേദം പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, അതിനൊരാൾ അത് ശ്രദ്ധേയാർത്ഥമാകുന്ന ഇപ്പോൾ തന്റെ യുക്തിക്കും തന്റെ അനുഭവത്തിനും നിരക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അത് ശ്രദ്ധേയമല്ല. മറ്റതങ്ങനെയല്ല. മറ്റത് ഈ ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെയും എന്തും അടിച്ചേൽപ്പിക്കും. ലോകമെന്ന് പറയുന്നത് മൂഢതയിലാണ് ഭൂരിപക്ഷവും. അപ്പം മൂഢതയിൽ കഴിയുന്ന ലോകം അതങ്ങ് സ്വീകരിക്കും. അതാണ് അപകടം. അതാണ് ഈ തകരാറുകളൊക്കെ ഉണ്ടാകുന്ന. ഈ മതത്തിന്റെയും മറ്റും പേരിൽ ഇത്രയും രക്തച്ചൊരിച്ചുകളൊക്കെ ഉണ്ടായതിന് ഒരൊറ്റ കാരണം ഈ സ്വതപ്രാമാണ്യം എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അത് ഏതിലംഗീകരിച്ചാലും ശരി, എവിടെ അത് അംഗീകരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ലോകത്തിന് നാശം ഉണ്ടായിട്ടുണ്ട്. മതങ്ങൾ നാശം ഉണ്ടാക്കി അങ്ങനെയാണ്. ഇവിടെ വേദത്തിൽ സ്വതപ്രാമാണ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? പൗരോഹിത്യത്തിന് ആധിപത്യം വന്നു. മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ടു പോകേണ്ടി വന്നു. മറ്റു സ്ഥലങ്ങളിൽ സ്വതപ്രാമാണ്യം സ്വീകരിച്ചപ്പോൾ അവർ മതത്തിന്റെ പേരിൽ ആൾക്കാരെ കൊന്നു. എന്തുകൊണ്ട്? വേദം പറഞ്ഞിരിക്കുന്നു കൊല്ലാൻ. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. കാരണം ഇത് ആ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടത് വ്യാഖ്യാനിക്കുന്നതും പറയേണ്ടത് ഈശ്വരൻ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നീ അനുസരിക്കുക, കൊന്നോളൂ. ഇന്നും അത് തന്നെ നടക്കുന്നു. ഇത് മനസ്സിലാക്കണം. മൂഢമായി സ്വബോധമില്ലാതെ ഒന്നിനെയും പിന്തുടരാനല്ല വേദമായാലും ശരി പറയുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ താല്പര്യം. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും മനസ്സിലായോ എന്നറിയത്തില്ല. ഇന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലാകും. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? ഈ പറയുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? ഈ ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ വേദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നടക്കും. ഏതെങ്കിലും മതഗ്രന്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നടക്കും. നടക്കത്തില്ല. ഇവിടെ ആചാര്യം പറയുന്നു, ഞാൻ പറയുന്നതല്ല. എന്നുവെച്ചാൽ വേദോക്തിതോ വേദ ശ്രദ്ധേയാർത്ഥ യേശു. ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം. പുസ്തകത്തിൽ എഴുതി വെച്ചാലും മറന്നുപോകും. ഇതെപ്പോഴും ഓർക്കണം. പിന്നെ വേദത്തെ എന്തുകൊണ്ട് പ്രമാണമായി സ്വീകരിക്കുന്നു? കിന്തു അമാനത്വ ഹേതുന വേദവാക്യേഷു അസംഭവ. അപ്രാമാണികമായ കാര്യങ്ങൾ വേദത്തിൽ ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ്. പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ വേദത്തിൽ വരാത്തതുകൊണ്ടാണ് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുക. വേദമല്ല എന്തിനേയും, ഏത് വാക്യത്തെയും, ആരുടെ വാക്യത്തെയും. അതാണ് നേരത്തെ പറഞ്ഞത്. നദിയുടെ തീരത്തിൽ പൂക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അവിടെ പോയി നോക്കി പരിശോധിച്ചു. അപ്പോൾ അത് ശരിയാണ്. അത് പ്രത്യക്ഷമായ പ്രമാണത്തിന് വിരുദ്ധമല്ല. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നു. അപ്രമാണത്വ ഹേതു അമാനത്വ ഹേതുവിനാണ്. അമാനത്വ ഹേതുക്കൾ അവിടെയില്ല. അപ്രാമാണ്യത്തിന് ഹേതുക്കൾ അവിടെയില്ല. നേരിട്ട് പോയി കണ്ട് ഉറപ്പിച്ചു അത് ഉണ്ട്. അപ്പോൾ അത് ഒരു തവണയായി, 2 തവണയായി, 3 തവണയായി. അപ്പോൾ ആളുടെ ഒരു വിശ്വാസം വരുന്നു, ഇയാൾ പറയുന്നത് സത്യമാണ്, ഇയാൾ വഞ്ചകനല്ല, വിപ്രലംബകനല്ല. അപ്പോൾ പിന്നെ അയാളുടെ വാക്യത്തിൽ വിശ്വസിക്കാം. അങ്ങനെയാണ് മഹാത്മാക്കളുടെ ഉപദേശങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അത് പരീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പരീക്ഷിച്ച് വിശ്വസിക്കുന്നതിന് ദോഷമില്ല. അങ്ങനെ പരീക്ഷിച്ചിട്ടാണ് സാധാരണ ബുദ്ധിയുള്ളവൻ വിശ്വസിക്കുന്നത്. അത് 1 തവണ 2 തവണ അവന് ബോധ്യം വരുന്നു, ഇയാൾ വഞ്ചകനല്ല,
സ്വാർത്ഥനല്ല. സ്വാർത്ഥന്മാരാണ് വഞ്ചിക്കുന്നത്. നിസ്വാർത്ഥനാണ്, പറയുന്നത് സത്യമാണ്, അതിനനുസരിക്കുന്നു. അവിടെ ഈ ശ്രദ്ധയും വിശ്വാസമൊക്കെ ആവശ്യമാണ്. അത് പ്രമാണവിരുദ്ധം അല്ലാതിരുന്ന, പ്രമാണവിരുദ്ധമായി ഒന്നും അത് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അത് ശരി. വേദത്തിന്റെ കാര്യങ്ങളിൽ, വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടെയൊന്നും എന്താ പ്രമാണവിരുദ്ധമായി ഒന്നുമില്ലേ? അവിടെ പ്രമാണവിരുദ്ധം ഉണ്ടെങ്കിൽ അത് വേദമല്ല, തള്ളിക്കളയും. അപ്പോ മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, മരണത്തിന് ശേഷം നരകമുണ്ടെന്നെല്ലാം പറയുന്നത് അതിനെന്താ പ്രമാണം? ശരി, അതിനെ തെളിയിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ പ്രമാണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് തള്ളിക്കളയുക. അപ്പൊ പിന്നെ എന്താ? അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്താ വേദത്തിന്റെ താല്പര്യം, അത് മനസ്സിലാക്കണം. വേദവാക്യങ്ങളെ ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനിച്ച് പറയുന്ന അർത്ഥങ്ങളെല്ലാം സ്വീകരിക്കാൻ ബാധ്യതയില്ല. അങ്ങനെ ആ ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് സ്വതപ്രമാണമാണ്. വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള ബാധ്യത മനുഷ്യനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാധ്യത എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സ്വന്തം ബുദ്ധിയും യുക്തിയും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഭാഷ്യത്തിന്റെ വ്യാഖ്യാനങ്ങളിലും പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ വേദം 100 വേദം പറഞ്ഞാലും ശരി, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തു ഇതല്ലാതായി മാറത്തില്ല. വാചസ്പതി മിശ്രം പറയുന്നതാണ് ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം. അങ്ങനെ വേദം പറഞ്ഞെന്ന് പറയും നിങ്ങളൊന്നിനെ സ്വീകരിക്കണം. അങ്ങനെ പറയുമ്പോൾ എന്തായാലും വേദം പറഞ്ഞിരിക്കുന്നത്, വേദമെന്ന് പറയുന്നത് ശബ്ദരാശിയാണ്, ശബ്ദമാണ്. നമ്മൾക്ക് സംശയം വരുന്നത് വേദത്തിന്റെ താല്പര്യത്തിലാണ്. ശബ്ദത്തിലാർക്കും സംശയമില്ല, വേദത്തിലാർക്കും സംശയമില്ല. എന്താണ്? അഗ്നിമീല് പുരോഹിത, ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. വേദം അതാണ് വേദം, ആ ശബ്ദമാണ് വേദം. ആർക്കും യാതൊരു സംശയമില്ല. സംശയം വരുന്നത് എന്താണ്? അതിന്റെ താല്പര്യത്തിൽ. എന്താണ് ഇതിന്റെ താല്പര്യം? ആ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സ്വതപ്രാമാണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മറ്റുള്ളവരുടെ മേലെ എന്തും അടിച്ചേൽപ്പിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് സ്വതപ്രാമാണ്യത്തെ നിഷേധിക്കണമെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ വേദ താല്പര്യത്തെ നിർണ്ണയിക്കും? അതിന് സ്വതപ്രാമാണ്യത്തിന്റെ ആവശ്യമില്ല. നോക്കണം, അമാനത്വ ഹേതുവാണ്. എവിടെയാണോ പ്രമാണവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അത് വേദത്തിലല്ല വരുന്നത്. ആ പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ വേദവ്യാഖ്യാനങ്ങളിലാണ് അത് വരുന്നത്. എന്തുകൊണ്ട്? വേദശബ്ദാത്മകമാണ്, അതിന് മാറ്റമൊന്നുമില്ല. ആയിരക്കണക്കിന് വർഷം മുമ്പ് ചൊല്ലിയ ആ വേദം തന്നെ ഇന്ന് നമ്മൾ ചൊല്ലുന്നു. ചിലതൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം, ചിലതൊക്കെ ചിലപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കാം, എല്ലാം സംഭവിച്ചിരിക്കാം. എന്നാലും ആ ശബ്ദത്തിന്റെ ആനുപൂർവി ക്രമം അതിന് വ്യത്യാസം വരുന്നില്ല. ശങ്കരാചാര്യർ ഇത് ചൊല്ലിയതുപോലെയാണ് ഇന്ന് നമ്മളും ചൊല്ലുന്നത്. ആനുപൂർവിക്ക് വ്യത്യാസമില്ല. അവിടെ വേദത്തെ സംബന്ധിച്ച് വിവാദമൊന്നുമില്ല. പക്ഷെ അതിന്റെ അർത്ഥം അവിടെയാണ്, അതിന്റെ താല്പര്യം അവിടെയാണ്. പ്രമാണത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ യുക്തിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അനുഭവത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നു. കിന്തു അമാനത്വ ഹേതുനാം വേദവാക്യേഷു അസംഭവ. അങ്ങനെയൊന്നും വേദവാക്യത്തിൽ വരത്തില്ല എന്നാണ്. എന്തുകൊണ്ട് വരത്തില്ല എന്ന് പറയുന്നത്? കാരണം ഇത് ഈശ്വര പ്രോക്തം തന്നെയാണ് വേദം. കാരണം സർവവും ഈശ്വരദൃഷ്ടമാണെങ്കിൽ, കല്ലും മണ്ണും മരവും എല്ലാം ഈശ്വരദൃഷ്ടമാണെങ്കിൽ പിന്നെ വേദം ഈശ്വര പ്രോക്തമുള്ളതാണ്. ഇതിഹാസ പുരാണങ്ങളും എല്ലാം ഈശ്വര പ്രോക്തമാണെങ്കിൽ വേദം ഈശ്വര പ്രോക്തമാണ്. പിന്നെ അതിൽ പ്രമാണവിരുദ്ധമായി ഒന്നും വരുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം അത് സത്യദർശികളായ ഋഷിമാരിലൂടെ വെളിപ്പെടുത്തിയാണ്. അങ്ങനെ ഋഷിമാരിലൂടെ വെളിപ്പെട്ടതാണ്. അവർ സത്യത്തെ കണ്ടിട്ട് അതിനെ വെളിപ്പെടുത്തിയാണ്. അപ്പോൾ അവർ വെളിപ്പെടുത്തിയ ആ സത്യദർശനത്തെ വേദത്തിൽ നിന്ന് ഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ പ്രമാണവിരുദ്ധമായൊന്നും വരത്തില്ല. കാരണം സത്യത്തിന് വിരുദ്ധമായി ഒന്നും വരാൻ വഴിയില്ല.
പ്രകാശത്തിന് വിരുദ്ധമായിട്ട് ഇരുട്ടിന് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വേദ താല്പര്യം അത് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം ഇന്നതാണ്. ആ സത്യത്തെ ഒരാൾ അനുസന്ധാനം ചെയ്താൽ ആ സത്യമാണെങ്കിൽ അയാൾക്കും അത് സത്യമായി തന്നെ വെളിപ്പെടും. അയാളുടെ അനുഭവത്തിനും യുക്തിക്കുമൊക്കെ നിൽക്കുന്നതായിരിക്കും. അത് വേദത്തിന്റെ പ്രാമാണ്യത, സ്വതപ്രാമാണ്യമല്ല. സ്വതപ്രാമാണ്യം എന്ന് പറയുമ്പോൾ അന്ധതയാണ്. എന്താണ്? വേദത്തിൽ പറയുന്നതെല്ലാം അത് മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. മനുഷ്യന്റെ മേൽ മറ്റുള്ളത് അന്ധതയെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. വേദം പറയുന്നതൊക്കെ സത്യമാണ്. എന്തുകൊണ്ടത് ഈശ്വരൻ പറഞ്ഞു. അപ്പോൾ എന്ത് ഇതിനെ വ്യാഖ്യാനിച്ചാലും അതിനെ സ്വീകരിക്കുന്നതിനുള്ള ബാധ്യത മറ്റുള്ളവർക്കുണ്ടാവും. അതല്ല പ്രാമാണ്യം എന്ന് പറയുന്നത്. അതല്ല, ഈ ജഗത്ത് സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അതുകൊണ്ട് ആ ഈശ്വരൻ തന്നെയാണ് വേദത്തെ സൃഷ്ടിച്ചത്. ആ വേദത്തിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ സത്യദർശികളായ ഋഷിമാരിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് വേദം. അതിലെ ഓരോ ഭാഗത്തും മന്ത്രദൃഷ്ടാക്കളെ വേദം തന്നെ പറയുന്നത്. എന്താ ദൈവം ഇങ്ങനെ നേരിട്ട് വന്ന് എന്തിനെങ്കിലും ഇവിടെ സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ച മൺപാത്രത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. സൃഷ്ടിച്ചതെല്ലാം അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. അത് കുലാലിലൂടെയാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെയാണ് വേദവും. ഋഷിമാരിലൂടെയാണ് അതിനൊരു താല്പര്യമുണ്ട് ആ തത്വത്തെ ഗ്രഹിക്കാൻ. ആ തത്വത്തിൽ പ്രമാണവിരുദ്ധമായി ഒന്നും കാണത്തില്ല. അതാണ്. കിന്തു അമാനത്വ ഹേതുനാം വേദവാക്യേഷു അസംഭവ. ആശയം ഈ വേദവാക്യങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നിരിക്കട്ടെ, അവിടെ യുക്തിക്കും അനുഭവത്തിനും നിലക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെങ്ങനെ സ്വീകരിക്കും? അത് ഈശ്വരൻ പറഞ്ഞാണ്. നിനക്ക് ബോധിക്കുന്നെങ്കിൽ നീ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയേണ്ടി വരും. ഇതാണ്, അവിടെയാണ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയവും പൗരോഹിത്യവും മനുഷ്യനുള്ള ചൂഷണവും മനുഷ്യനുള്ള ഭേദഭാവനയും രക്തച്ചൊരിച്ചിലും എല്ലാം ഉണ്ടാകുന്നത് അതിലാണ്. ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ്. അത് മനസ്സിലാക്കണം.